ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട്. മിസ്സേ, പഠിച്ചു തുടങ്ങി, ചിലർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവും കേട്ടോ. പഠിച്ചു തുടങ്ങി, പക്ഷേ അതിനിടയ്ക്കൊന്ന് ബ്രേക്ക് ആവുന്നു, പിന്നീട് പഠനത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല, വീണ്ടും ഒന്ന് തുടങ്ങും, വീണ്ടും ഒന്ന് ബ്രേക്ക് ആവുന്നു. അതായത് കണ്ടിന്യൂറ്റി ഇങ്ങനെ ഇല്ലാതെ പോകുന്നു. ഇതാണ് മിക്കവരുടെയും പ്രശ്നം. ആഗ്രഹമുണ്ട് പഠിക്കാനായിട്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. ഇതിൽ എനിക്ക് ചെറിയ ചെറിയ ടിപ്സാണ് നിങ്ങളോട് പറയാനുള്ളത്. ഫസ്റ്റ്, കോൺഫിഡൻ്റ് ആയിരിക്കുക. കാരണം മികച്ചൊരു എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ആ എക്സാമിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങളൊന്ന് പഠിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ പലപ്പോഴും ഒരു റിവിഷൻ ടൈം ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റാതാകുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനാണ് നിങ്ങൾക്ക്. അപ്പോൾ എന്താ ചെയ്യുന്നത്? 2 ദിവസം നോക്കും, 3-ാമത്തെ ദിവസം വീണ്ടും ഒന്ന് ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പോർഷൻസ് പെൻഡിങ് ആകും. അപ്പോഴത്തേക്കുള്ള കോൺഫിഡൻസ് എല്ലാം പോയിട്ട് ഇതെന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല, ഞാനിത് നിർത്താൻ പോവുകയാണ് എന്ന തീരുമാനമൊക്കെ അങ്ങ് എടുക്കും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിഷമമാകും. അയ്യോ, ഞാൻ എന്നോട് തന്നെ നീതി പുലർത്തുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാണ്, എൻ്റെ ജോലി എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള ആലോചനയുമാകും. പിന്നീട് വിഷമമായി, കരച്ചിലായി, അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കും. അപ്പോൾ ഇവിടെയൊന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കുക. അത് 1 ദിവസമാകാം, 2 ദിവസമാകാം. ഒന്ന് യാത്രയൊക്കെ പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് കണ്ടതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം, ഒരുപാട് നീണ്ട ബ്രേക്കൊന്നുമല്ല ഞാൻ പറയുന്നത്, വളരെ ചെറിയ ബ്രേക്കിനുള്ളിൽ തന്നെ തിരിച്ച് നമ്മളൊന്ന് റിഫ്രഷ് ആയിട്ട് തിരിച്ചു വരിക. തീർച്ചയായിട്ടും ആ റിഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പം നമുക്ക് പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് പഠനത്തിന് വേണ്ടിയുള്ള ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരിക, ലൈഫിൽ കൊണ്ടുവരിക. ഉദാഹരണമായിട്ട് രാവിലെ എണീക്കുക, അല്ലെങ്കിൽ കൃത്യസമയം പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. ഇപ്പം ഒരുപാട് ഫോൺ അഡിക്റ്റഡ് ആയിട്ടൊക്കെയുള്ള ആൾക്കാരുണ്ട്. പഠനത്തിന് വേണ്ടി ഇരിക്കും, അത് കഴിയും മുഴുവൻ സമയവും പഠനത്തിൽ നിന്ന് മാറി സഞ്ചരിക്കും. അങ്ങനെ അതൊക്കെ നമ്മുടെ പഠനത്തെ ബാധിക്കുന്നതാണെങ്കിൽ, ചില ടോക്സിക് റിലേഷൻസ്, സുഹൃത്തുക്കളാകാം, പഠനത്തെപ്പറ്റി പറയും, പക്ഷേ അവർ നമ്മളെ കൂടുതൽ പാനിക്കാക്കുകയാണ് ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് നമുക്കിതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒന്ന് കട്ട് ഔട്ട് ചെയ്ത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? 2ാമത്തെ പോയിൻ്റ്, ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ടുവരിക, പഠനത്തിൽ സഹായകരമാകുന്ന. അത് ഹെൽത്തി ആയിട്ടിരിക്കുക, എക്സസൈസ് ചെയ്യുക, വീണ്ടും വായിക്കുക. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എല്ലാവരോടും മറന്നു പോകുന്നു, നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് പഠനം എത്താത്തതിൽ പ്രധാന കാരണം നിങ്ങൾ ഈ പോർഷൻസ് വീണ്ടും വായിക്കുന്നില്ല. അതായത് അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മറന്നു പോകുന്നു. എല്ലാവർക്കും മറവിയുണ്ട്, എനിക്കും നിങ്ങൾക്കും ഒക്കെ മറവിയുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിലേക്ക് എങ്ങനെയായാലും ഇത് എത്തിക്കണം. 3ാമത് എനിക്ക് പറയാനുള്ളത് പെർഫെക്ഷൻ എന്നുള്ളൊരു വാക്കാണ്. നല്ലതാണ്, പഠനത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു മോഡൽ എക്സാം പോലും എഴുതുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. പലപ്പോഴും എക്സാം എഴുതത്തില്ല. അവർ പറയാറുണ്ട്, എനിക്ക് മാർക്ക് കുറഞ്ഞ ടെൻഷനാണ്, അതിൽ നല്ലത് എഴുതാതിരിക്കുന്നല്ലേ. അതൊരിക്കലും ഒരു സ്ട്രാറ്റജി അല്ല. ഇവിടെ നമ്മളെല്ലാം പഠിച്ചിട്ടല്ല പരീക്ഷയ്ക്ക് പോകുന്നത്. ഒരു എക്സാമിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മുടെ കട്ട് ഓഫ് അല്ലെങ്കിൽ അതിൽ ക്ലിയർ ചെയ്യാൻ ആവശ്യമുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കുക എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചില അങ്ങനെയുള്ള വാശികൾ, ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് സൈക്കോളജി എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടേ കണക്കിലേക്ക് പോകൂ, കണക്കിൻ്റെ 1ാമത്തെ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്റർ 3ാമത്തതും പഠിച്ച് കഴിഞ്ഞ് എൻ്റെ എക്സസൈസ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പരിധി വരെ പഠനത്തിന് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ അവിടെ ഒരു സ്മാർട്ട് സ്റ്റഡി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യാം. 4ാമത്തെ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക? നടക്കുന്ന കറണ്ടായിട്ടുള്ള പ്രോഗ്രാംസ്, ഇപ്പം നിങ്ങളൊരു തൊഴിൽ വാർത്തയായിട്ടുണ്ടെങ്കിലും അതൊക്കെ കാണുകയും വായിക്കുകയും ചെയ്യുക. ഐസൊലേറ്റ് ചെയ്ത് മാറിയിരിക്കാതിരിക്കുക. ഇപ്പം ചിലവരുണ്ട്, പഠനം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുറകെ നടക്കുന്ന ഒരു കാര്യവും അറിയില്ല. ഒരു തൊഴിൽ വാർത്ത അല്ലെങ്കിൽ ഒരു തൊഴിൽ പ്രസിദ്ധീകരണം വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു അവെയർനെസ് ഉണ്ട്.
അതായത് ഈയിടെ എന്തൊക്കെ എക്സാംസാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഇത്രയും ഒരു ആൾക്കാർക്ക് നിയമനം കിട്ടുന്നു, അങ്ങനെയുള്ള പോസിറ്റീവ് വാർത്തകൾ കിട്ടും. അപ്പം ചിലപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും 450 പേർക്ക് അഡ്വൈസ് പോയി. അതൊക്കെ നമുക്ക് എന്തായിരിക്കും, ഒരു പോസിറ്റീവായിരിക്കും. എനിക്ക് പ്രതീക്ഷയുണ്ട്, ഇനിയും മുന്നോട്ട് വരാനുള്ള സമയമുണ്ട്. അതായത് കറൻ്റായിട്ട് നടക്കുന്ന ഇവൻസിനെ പറ്റിയും ഒക്കെ ഒരു അവെയർ ആയിരിക്കുക. 5ാമത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ. അതായത് പലപ്പോഴും ഈ കമ്പാരിസൺ ഒരു വലിയ പലർക്കും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇപ്പം ഞാൻ തന്നെ ഇന്നലെ എൻ്റെ ഒരു കുറച്ചധികം കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ടീച്ചറെ ഞാനിങ്ങനെ പോയാൽ മതിയോ, എനിക്ക് ടെൻഷനാണ് പരീക്ഷയിൽ എൻ്റെ മാർക്കിനേക്കാളും കൂടുതൽ മറ്റുള്ളവർ കിട്ടുമ്പോൾ. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു പ്ലസ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ഉദ്യോഗാർത്ഥിക്കും ഉണ്ടാകും. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്, ഈ പറയുന്ന കമ്പാരിസൺ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നാൽ അറിയണം എൻ്റെ പൊസിഷൻ എവിടെയാണ്, എത്രാമതാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നതൊക്കെ അറിയണം. പക്ഷേ എന്നിരുന്നാലും ഫുൾ ടൈം കമ്പാരിസൺ മാത്രമായാൽ നിങ്ങളുടെ പഠനം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നല്ലൊരു വെടി ഉണ്ടായിരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു എക്സാം ആവും പലപ്പോഴും പലരും വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കും, പക്ഷേ പരീക്ഷ അടുക്കുമ്പോഴത്തേക്ക് ടെൻഷനായിട്ട് ഇതെല്ലാം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ അതിന് മുമ്പ് സജ്ജരാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പോൾ എങ്ങനെയാണ് ഈ പഠനം തുടർന്നുകൊണ്ട് പോകേണ്ടത് എന്നൊക്കെ ഒന്ന് ഒരു അവെയറായി കാണുമല്ലോ. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. 6 മാസത്തിനുള്ളിലാണ് പരീക്ഷയൊക്കെ വിളിക്കാൻ പോകുന്നത്. LPSC UPSC എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും നന്നായിട്ട് പഠിച്ച് തന്നെ പരീക്ഷ എഴുതണം. കാരണം ഈ അവസരം ഇനി വരണമെങ്കിൽ കുറേ അധികം നാൾ നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും, അല്ലേ? ഇപ്പോൾ LPSC UPSC കഴിഞ്ഞ തവണ 1200-ലധികം കുട്ടികൾ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അവർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇവരെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തൊരു സ്ട്രാറ്റജിയുണ്ട്. എന്താണ്? ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ പ്രാവശ്യവും CC നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും CCയുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും നിങ്ങളെ പഠിപ്പിക്കാൻ. ഓരോ ക്ലാസ്സുകളിലും നിങ്ങളുടെ പ്ലസും മൈനസും ഒക്കെ മനസ്സിലാക്കി തന്ന് നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് പഠിക്കാം. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, വീട്ടിലിരുന്ന് പഠിക്കാം, പരീക്ഷ എഴുതാം, മെൻറ്റേഴ്സ് ഉണ്ടാകും, എല്ലാ വിഷയത്തിനും ഓരോ ടീച്ചേഴ്സ് ഉണ്ടാകും നിങ്ങളെ നയിക്കാൻ വേണ്ടി. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ച് റാങ്ക് നേടിത്തരും. അതും ആദ്യത്തെ റാങ്കുള്ളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം എത്തിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വന്ന HSST എക്കണോമിക്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പോലും അത് പ്രകടമാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് നേടുകയും ചെയ്യാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അതിൽ ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് എക്സാം ക്ലിയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്.